മടിക്കൈ എരിക്കുളം കോളനിക്ക് സമീപം ആളൊഴിഞ്ഞ പറമ്പിൽ തീപിടുത്തം. ഇതേ തുടർന്ന് പെട്ടിക്കടയിലെ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് അകലേക്ക് തെറിച്ചു. ബുധനാഴ്ച ഉച്ചയ്ക്ക് 1:45 നാടിനെ ആധിയാഴ്ത്തിയ സംഭവം. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ്. പ്രദേശവാസികളെ ആകെ ആധിയാഴ്ത്തിക്കൊണ്ടാണ് മടിക്കൈ എരിക്കുളം കോളനിക്ക് സമീപത്തെ ആളൊഴിഞ്ഞ പറമ്പിൽ ബുധനാഴ്ച 2 തവണകളിലായി തീപിടുത്തമുണ്ടായത്. രാവിലെ 10:30 ആദ്യത്തെ അഗ്നിബാധ. ഇത് കാഞ്ഞങ്ങാട്ട് നിന്നും അഗ്നിരക്ഷാസേനയെത്തി അണയ്ക്കുകയായിരുന്നു. തുടർന്ന് സ്ഥിതിഗതികളെല്ലാം ശാന്തമായതിനു പിന്നാലെ ഉച്ചയ്ക്ക് 1:45 രണ്ടാമത്തെ തീപിടുത്തം. ഇതിലാണ് അടുത്തുണ്ടായിരുന്ന വിമല എന്ന വയോധികയുടെ ഉടമസ്ഥതയിലുള്ള പെട്ടിക്കടയിലേക്കും തീപടർന്ന് ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിക്കുകയും ഏതാണ്ട് 300 മീറ്ററോളം ദൂരേക്ക് തെറിച്ചു വീഴുകയും ചെയ്തത്. ഇതുമൂലമുണ്ടായ പ്രകമ്പനത്തിൽ തൊട്ടടുത്തുള്ള വീടിന്റെ ജനൽ തുറക്കപ്പെട്ടതായും പറയുന്നു. വിവരമറിഞ്ഞയുടൻ സ്ഥലത്തെത്തിയ കാഞ്ഞങ്ങാട്ടെ അഗ്നിരക്ഷാസേന വളരെ വേഗത്തിൽ തന്നെ തീ കെടുത്തിയിരുന്നു. അപ്പോഴേക്കും കടയും പരിസരവും ആകെ കത്തിച്ചാമ്പലായിരുന്നു. ഞാൻ 11 മണിയാകുമ്പോൾ കൂട്ടിയിട്ട് ഇന്ന് ദിവസം പൈതിന് രാവിലെ അല്ലെങ്കിൽ ഞാൻ 10 മണിയാകുമ്പോൾ പോലാന്ന് ഇന്ന് ദിവസം പൈതിട്ട് പുറത്ത് നിന്ന് അപ്പോൾ 11 മണിയാകുമ്പോൾ 15 കാലഘട്ടപ്പോൾ ഞാൻ പോയതങ്ങോട്ട്. അപ്പോൾ പോയിട്ട് കഞ്ഞിയെല്ലാം വെച്ചിട്ട് കഞ്ഞി കുടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുമ്പോൾ തീയിലൂടെ അപ്പോൾ ഞാൻ കഞ്ഞി കുടിക്കാതെ ഇറങ്ങിയിട്ട് അപ്പോൾ ആട്ടെ ഒരു പത്രമുണ്ട് ഓൻ പാഞ്ഞ് വന്നിട്ടില്ല. അപ്പോഴത്തെ ഇവിടെ തീ എത്തി പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. ഗ്യാസ് ഉണ്ട് എടുക്കാൻ പറ്റില്ല. പിന്നെ അതിൻ്റെ ഉള്ളിൽ പോയി ഞാനും ബാക്കിയാവില്ലല്ലോ. സെക്രട്ടറി പറഞ്ഞു അതെടുത്തെന്ന് പറഞ്ഞു. അതുകൊണ്ട് അയാൾ വരുമ്പോൾ പൊട്ടിക്ക് തെറിക്കില്ലേ എന്താ അയാളെ ചാകട്ടി ദൈവത്തിന് അങ്ങനെ ഞാൻ എടുക്കാതെ കരിയിലാണ്ടുപോയ കടയിലുണ്ടായിരുന്ന നാണയത്തൊട്ടുകൾ പെറുക്കിയെടുത്ത് കുട്ടികൾ വിമലയ്ക്ക് കൈമാറുന്ന കാഴ്ച ദയനീയതയുടെ നേർസാക്ഷ്യമായി. തീപിടുത്തവുമായി ബന്ധപ്പെട്ട് ഒരാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇയാൾ തന്നെയാണ് രാവിലെയുണ്ടായ തീപിടുത്തത്തിന്റെയും പിന്നിലെന്നാണ് നാട്ടുകാർ പറയുന്നത്. നമുക്ക് വീട്ടിലെത്തി പിന്നെ അടുക്ക് എത്താൻ കഴിയുന്നില്ല. നമുക്ക് എത്താൻ കഴിയില്ല. ഈ വീട്ടിലെ പെണ്ണുങ്ങൾ ഇങ്ങോട്ട് പോകുന്നോട്ട് പോട്ടെ വരുമ്പോ കാണുന്നില്ല. അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ കെ സതീർ, സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഗണേശൻ കിണറ്റിൻകര, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ ET മുകേഷ്, EK നികേഷ്, VV ലിനേഷ്, A അതുൽ, വിഷ്ണുദാസ്, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഡ്രൈവർമാരായ KM ലതീഷ്, C പൃഥ്വിരാജ്, ഹോംഗാർഡുമാരായ T നാരായണൻ, KK സന്തോഷ്, KV രാമചന്ദ്രൻ, CV അനീഷ്, PV പ്രശാന്ത്, സിവിൽ ഡിഫൻസ് അംഗങ്ങളായ ഡിവിഷണൽ വാർഡൻ PP പ്രദീപ് കുമാർ, ഡെപ്യൂട്ടി പോസ്റ്റ് വാർഡൻ R സുധീഷ്, പ്രസാദ് എന്നിവർക്കൊപ്പം പ്രദേശവാസികളും രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.